എൻ്റെ അമ്മ പേടിച്ചു പോയിട്ടോ. നമ്മുടെ തലയുടെ മുകളിൽ കൂടെ വന്ന പോലെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു നെഞ്ചടിച്ചു പോയി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നല്ല ഉറക്കമായിരുന്നു ഇന്നലെ, 10 മണിക്കൂർ ഉറങ്ങി. ഇപ്പോൾ നല്ല ഉഷാറായി. നമ്മൾ നോർത്ത് ഈസ്റ്റ് തവാങ്ങിലൊക്കെ കണ്ടുമറന്ന് ബട്ടർ ടീ. ഭയങ്കര നല്ലതാണ് ബട്ടർ ടീ. നമുക്ക് കുടിക്കുമ്പോൾ ആ വെണ്ണയുടെ ഒരു ചെറിയ ഉപ്പും നല്ല ഇളം രുചിയൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബട്ടർ ടീ. ഒരു നല്ല ചൂടൻ ബ്രെഡ് ഓംലെറ്റ്, ടോസ്റ്റഡ് ബ്രെഡ് ആൻഡ് ബട്ടർ ടീ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ നമ്മൾ ബുദ്ധനോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ദലൈലാമയും അവിടെയുണ്ട്. ഇത് ഇവരുടെ ലിവിങ് ഏരിയ ആണ്. നമ്മുടെ റൂമുകൾ മുകളിലാണ്, ആകെ 3-4 മുറികളെ മുകളിലുള്ളൂ. അതിനൊരു കോമൺ ലിവിങ് ഏരിയ അവിടെ ഉണ്ട് മുകളിൽ. പക്ഷേ ഭക്ഷണം അവർ നമുക്ക് ഇവിടെ താഴെ അവരുടെ ഒരു വീടിൻ്റെ ഭാഗമെന്ന രീതിയിൽ ഇവിടെയാണ് തരുന്നത്. ആ ഫ്ലാസ്കമ്മ പോലും ആ ഡ്രാഗണൊക്കെ ആയിട്ട് ബുദ്ധിസ്റ്റ് ഐക്കൺസ് ഉണ്ട്. കോഴിയാ? ഫീനിക്സും കൾച്ചറായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടോ? എന്ത് പറയുന്നു അതിനെ കുറിച്ച്? പഠിക്കണം അല്ലേ? Good morning. ഗുഡ് മോർണിംഗ്. Welcome to FTT Family Travel Trails. മലകളൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? നല്ല സുഖം. പക്ഷേ നല്ല കുളിർ കാറ്റും ഉണ്ട്. തൊട്ടടുത്താണ്. നല്ല തെളിഞ്ഞ ആകാശം. എയർപോർട്ട് തൊട്ടടുത്താണ്. ഇപ്പൊ എത്രയാ ടെമ്പറേച്ചർ? കുറഞ്ഞ നേരത്തെ 3 എന്ന് പറയണ്ടായിരുന്നു. കാരണം നമ്മള് അത് കാരണം നേരം വെയിലങ്ങോട്ട് മൂക്കുന്നോറും കയറി വരും. ഇപ്പൊ 5 ആണ്. ഇപ്പോ 10:50. നമ്മളൊരു 9:30 കയറണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ കിടക്കുന്ന എനിക്കാൻ പറ്റിയില്ല. അതല്ലേ, ഉച്ചയ്ക്ക് 1 മണിക്ക്. ഇത് ഒരു പ്രത്യേകതയാണ്. കാരണം നമ്മൾ സാധാരണ ഇങ്ങനെ മഞ്ഞുമലകളിലേക്ക് വരുമ്പോൾ വഴി നിറയെ കോടയായിരിക്കും. നമ്മൾ തവാങ്ങിലൊക്കെ പോയപ്പോൾ ഉച്ച കഴിഞ്ഞ് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, കോട അങ്ങോട്ട് നിറയും. പക്ഷെ ഇതൊരു പ്രത്യേക ലാൻഡ്സ്കേപ്പാണ് ലഡാക്ക്. മൊത്തം ഇങ്ങനെ ബാരൻ ലാൻഡായിട്ട് ഈ മലകൾ അത് മാത്രം നിങ്ങൾ കണ്ടുല്ലോ, അത് മാത്രമാണ് വഴിയിൽ മുഴുവുള്ളൂ. പക്ഷെ തണുപ്പ് ഭയങ്കരമാണ്. കോടയേക്കാളും മോൾട്ടിറ്റ്യൂഡാണിത്. അതുകൊണ്ടാണ് അങ്ങനെ എല്ലാം ഫ്രീസായിട്ട് മഞ്ഞായി മാറുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് ഇറങ്ങാം. 11 മണി ആവുകയാണ്. നമ്മളിന്ന് സിറ്റിയിൽ തന്നെ ഒരു 6-7 സ്പോട്ടുകൾ നമുക്ക് കാണണം. പാലസും മൊണാസ്ട്രികളും ഹോൾ ഓഫ് ഫെയിം അങ്ങനെയൊക്കെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ. അപ്പോൾ നമുക്ക് ഒന്ന് ഇറങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും കയറണം, അല്ലാണ്ട് അങ്ങോട്ട് കിടക്കുന്നതിന് മുമ്പ്. സോ ദ 15th ഡേ ഫാമിലി ട്രാവൽ ട്രെയിൽസ്. എല്ലാവരും ഫോട്ടോ കൂടി ഉണ്ട്. എനിക്കൊരു ഫോട്ടോ കൂടി ഉണ്ട്. പിള്ളേർക്ക് ഒന്നും വേണ്ട, എനിക്കില്ലേ? ഇത് മാത്രമല്ലോ. ഇതിന്റെ ഇന്നർ എന്തെങ്കിലും ഇടണം. കാരണം ചെസ്റ്റിലേക്കും വയറിലേക്കും നമുക്ക് തണുപ്പടിക്കരുത്. ഹോം സ്റ്റേ എന്ന് ഇറങ്ങി ഹൈവേയിൽ കയറി ഉടനെ തന്നെ സെയിൻറ്റ് പീറ്റേഴ്സ് കാത്തലിക് ചർച്ചിലെ ഡയസിസ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെറിയൊരു കുഞ്ഞൻ ബോർഡ് ഹൈവേ നമുക്ക് ഇവിടെ തന്നെ കാണാം. അവിടെ കണ്ടായിരുന്നു. അപ്പോൾ തിരിഞ്ഞതാണ്. പക്ഷേ ഇതൊരു വീട് പോലെ തോന്നുന്നുള്ളൂ. അടഞ്ഞു കിടക്കുകയാണ്. ആൾ എനക്കൊന്നുമില്ല. പിന്നെ ഇവിടെ ലഡാക്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ കുറവാണല്ലോ. അപ്പോൾ ഉള്ളവർ തന്നെ ഡിഫൻസ് പേഴ്സണൽസ് അങ്ങനത്തെയൊക്കെയാണ്. നേറ്റീവ്സ് വളരെ കുറവാണ്. 100 പേരേ ഉള്ളൂ എന്നാണ് കേട്ടത്. അപ്പോൾ സൺഡേ മാത്രമേ സർവീസ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ അച്ഛന്മാർ നടത്തുന്ന സ്കൂള് സെയിൻറ്റ് പീറ്റേഴ്സ് സ്കൂൾ ലേ സിറ്റിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ തിരിച്ചു പോണത്. ആ റൂട്ടിലുള്ള കുറച്ച് മൊണാസ്ട്രികൾ, സ്പിറ്റുക് മൊണാസ്ട്രി, സ്റ്റേഡിയം, അങ്ങനെ കുറച്ച് 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് തിരിച്ച് ഈ ഭാഗത്തേക്ക് വന്ന് റൈറ്റിലേക്ക് പോയി ലേ മാർക്കറ്റ്, ഹോൾ ഓഫ് ഫെയിം, ലേ പാലസ്, അങ്ങനെ എല്ലാം കണ്ട് വൈകുന്നേരം കയറണം. അതെ, കുളിരധികം കൂടും മുമ്പ് നമുക്ക് കയറാം. നാളെ നമുക്ക് 5 മണിക്ക് നുബ്രയിലേക്ക് പോണം. നുബ്ര വാലി
നർത്തുംഗ്ല പാസ് കടന്ന് നുബ്ര വാലി. ഇതാ നമ്മളിപ്പോ ലേ എയർപോർട്ടിന് മുമ്പിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇപ്പോഴത്തെ പേര് കുഷോക് ബക്കുല റിംപോച്ചി എയർപോർട്ട് എന്നാണ്. ഇന്ത്യയുടെ വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണിത്. ചോപ്പർ ലഡാക്കിന്റെ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡിഫൻസ് ഇത് നമ്മുടെ മിലിറ്ററി ചോപ്പറാണ്. അതിങ്ങനെ പറന്ന് സൂപ്പർവൈസ് നടക്കുകയാണ്. നമ്മുടെ ചൈനയും പാകിസ്ഥാനൊക്കെ അപ്പുറത്തുണ്ടല്ലോ, അപ്പോൾ എപ്പോഴും ഇങ്ങനെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ടു സിവിലിയൻസ് ആണ്. 1985 സിവിലിയൻസിന് തുറന്നു കൊടുത്തത്. എന്നാലും മെയിനായിട്ട് ഇത് മിലിറ്ററിയുടെ ഒരു സ്വന്തം എയർപോർട്ട് എന്ന് തന്നെ പറയാം. മിലിറ്ററി പേർപ്പസിനാണ് 1948 ഇതൊരു എയർ സ്ട്രിപ്പായിട്ട് ആദ്യം പണിതത്. പിന്നെയാണ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വലിയൊരു എയർപോർട്ടായി മാറിയത്. ആ മലയ്ക്കപ്പുറം പാകിസ്ഥാൻ എങ്ങനെയാണോ അങ്ങനെ ചുറ്റി നിരീക്ഷിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനാണോ അല്ലേ? നമ്മള് വന്നതിന്റെ അപ്പുറത്താണ് പാകിസ്ഥാൻ. നമ്മള് ശ്രീനഗറിനല്ലേ വന്നേ, അവിടെയൊക്കെ പാകിസ്ഥാനാണല്ലോ അതിന്റെ അപ്പുറമൊക്കെ. പഴയത് കണ്ടം ചെയ്ത സംഭവങ്ങളാണ്, കാട്ടിക്കളഞ്ഞതാണ് തൃശ്ശൂർ ഭാഷയില്. നേരെ സ്പിറ്റിക് മൊണാസ്ട്രി കണ്ടു തുടങ്ങി. അത് ഈ എയർപോർട്ടിനോട് തൊട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല എയർപോർട്ടിന് നല്ലൊരു വ്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും, ടേക്ക് ഓഫിൻ്റെ ലാൻഡിങ്ങിൻ്റെ ഒക്കെ. നല്ല മഞ്ഞുമലകളുടെ ഒരു സ്റ്റൈലൻ ലുക്കും ഉണ്ട്. ഇത് സ്പിറ്റിക് മൊണാസ്ട്രിയിലേക്കുള്ള വഴിയാണ്. ഇത്രയും കൂടെ മെച്ചപ്പെട്ടിട്ടില്ല, മലയൊക്കെ ഇടിച്ചിടിച്ച് ഇങ്ങനെ വഴി ആക്കണേ ഉള്ളൂ. അതിലും വലിയ കുഴപ്പമില്ല. മൊണാസ്ട്രി അതാ അങ്ങനെ നിൽക്കുന്നു, കുറച്ച് ഹൈറ്റിലാണ്. എയർപോർട്ടൊക്കെയുള്ള ഏരിയ നമ്മൾ കുറച്ച് കയറാണ്. എയർപോർട്ട് കുറച്ച് വിശദമായി കാണും. ഇവിടെ ലാൻഡിങ് പക്ഷേ അത്ര ബുദ്ധിമുട്ടില്ല, ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ്. കുറച്ചും കൂടി സ്പേസ് ഉണ്ട്. ഭൂട്ടാനിലൊക്കെ നമ്മൾ എയർപോർട്ട് 2 മലകളുടെ ഇടയിൽ നേരെ ഇങ്ങോട്ട് വന്നിറങ്ങലായിരുന്നു. ഇവിടെ കുറച്ചും കൂടി വിസിബിലിറ്റി ഉണ്ട്. ഇതാണ് സ്പിറ്റുക്കിൻ്റെ കവാടം. എൻ്റെ അമ്മ പേടിച്ചു പോയിട്ട് നമ്മുടെ തലയുടെ മുകളിൽ കൂടെ വന്ന വലിയ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു നെഞ്ചടിച്ചു പോയി. മാറി നമുക്ക് ഇറങ്ങണ്ടായിരുന്നു ഇവിടെ. പട്ടാളത്തിൻ്റെ നല്ല പ്രസൻസ് ആണ്. അത് എയർപോർട്ടിന് തൊട്ടടുത്ത് തന്നെ ബങ്കേഴ്സ് കാണുന്നുണ്ട്. അത് അറ്റാക്കൊക്കെ ഉണ്ടാകുമ്പോൾ പട്ടാളക്കാർക്ക് ഡക്ക് എന്ന് പറഞ്ഞിങ്ങനെ രക്ഷപ്പെടാനുള്ള സംഭവങ്ങളായിരിക്കും. എന്തായാലും ലഡാക്കിലെ കാഴ്ചകൾ വളരെ വ്യത്യസ്തമാണ്. ഇതിങ്ങനെ ഒരു കോൾഡ് ഡെസേർട്ട് പോലെ കിടക്കണ നമുക്ക് കുറച്ചും കൂടി വിസിബിലിറ്റി ഉണ്ട്. ഇതാ ഒരു ചെറിയ ചോപ്പർ പോകുന്നുണ്ട്, മുകളിലേക്ക് പോകുന്നുണ്ട്, കുഞ്ഞൻ സംഭവം. ഇവിടെ നിരീക്ഷണമാണ് എന്ന് തോന്നുന്നു മെയിനായിട്ട്. ഒരു സെക്യൂരിറ്റി ഇങ്ങനെ എപ്പോഴും ഉറപ്പ് വരുത്തിക്കൊണ്ടുള്ള ഒരു പറക്കലുകളാണെന്നാണ് ഇതിൻ്റെ തോന്നണത്. വട്ടം ചുറ്റാണ് അവർ. എന്തായാലും ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. താഴെ നമുക്ക് റോഡ് കാണാം. അതിൻ്റെ അടുത്ത് തന്നെ കുഞ്ഞു കുഞ്ഞു സ്തൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളിങ്ങനെ മണ്ണപ്പം ചുട്ട് കളിക്കണ പോലെയാണ് തോന്നുന്നത്. വളരെ ക്രൂഡ് ഫോമിലാണ്. ഇത് ചിലപ്പോൾ പഴയതാവും, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടതാണോ എന്താണ് ഇങ്ങനെ കിടക്കണേന്ന് അറിയില്ല. മണൽപ്പരപ്പിൽ മലയുടെ മുകളിൽ എഴുതിയിട്ടുണ്ട് ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്ന്. അത് അത്രയും മുകളിൽ നിന്ന് കാണുന്ന പോലെ. അതാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പരിശീലന പറക്കലോ പരീക്ഷണ പറക്കലോ ഇങ്ങനെ ഇപ്പോൾ 2 ചോപ്പേഴ്സ് ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് മൊണാസ്ട്രി കാണാൻ വന്നിട്ട് ഇവിടെ നിന്ന് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കാഴ്ചയാണ് ശരിക്കും. 2 ഫൈറ്റർ ജെറ്റ്സ് അവിടെ കിടക്കുന്നുണ്ട് കുതിക്കാൻ റെഡിയായിട്ട്. എയർ ഇന്ത്യ വന്നു. എയർ ഇന്ത്യ ലാൻഡ് ചെയ്യാൻ വന്നു, പക്ഷേ അതങ്ങനെ താഴണില്ല. അതങ്ങനെ അങ്ങോട്ട് നേരെ പോവാണല്ലോ. മേ ബി പുള്ളിയുടെ കാൽക്കുലേഷൻ ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ശരിയാവാത്ത കാരണം വട്ടം ചുറ്റിട്ട് ഒന്നും കൂടി വട്ടം ചുറ്റി വരാമെന്ന് വെച്ചിട്ടുണ്ടാവും. ഇത് ഓരോ സിവിലിയൻ വിമാനം വരുന്നതിന് മുൻപും ഒരു റൗണ്ട് ഈ ചോപ്പർ ഇങ്ങനെ പറന്ന് വട്ടത്തിൽ നോക്കുന്നുണ്ട് കേട്ടോ.
അതാ എയറിൻ്റെ തിരിച്ചു വന്നു. നേരത്തെ വന്നപ്പോൾ സിഗ്നൽ കിട്ടാണ്ടാവും പുള്ളി ഇങ്ങനെ പൊന്തിപ്പോയത്. അപ്പോൾ അതപ്പോൾ വന്ന് നല്ല സ്റ്റൈലായിട്ട് ഓൺ ടു ദ റൺവേ. യെസ്, നല്ല ഡയറക്റ്റ് ആൻഡ് സ്മൂത്ത് ലാൻഡിങ്. അപ്പോൾ ഇനി മൊണാസ്ട്രി കാണാം എന്തായാലും. ഇത്ര നേരം നമ്മളിത് നോക്കി നിന്നു. 11-ാം നൂറ്റാണ്ടിൽ പണിത മൊണാസ്ട്രിയാണിത്. OD എന്നാണ് ഇതിൻ്റെ ഫൗണ്ടറുടെ പേര്. പുള്ളി തിബറ്റൻ രാജാവിൻ്റെ ചേട്ടനായിരുന്നു അത്രേ. ഇത് ബുദ്ധിസ്റ്റിലെ റെഡ് ഹാറ്റ് സെക്റ്റിൻ്റെ ഒരു മൊണാസ്ട്രേറ്റ് ആണ് പണിത്. പിന്നെ 15-ാം നൂറ്റാണ്ടിൽ ഇത് റെസ്റ്റോർ ചെയ്തിട്ട് ഗലൂപ്പ യെല്ലോ ഹാറ്റ് സെക്റ്റിൻ്റെ അതായിട്ട് മാറി. പക്ഷേ ഇതവിടെ ബുദ്ധിസ്റ്റ് മൊങ്കുകൾ ഇപ്പോൾ റെഡ് ഹാറ്റ് തന്നെ വെച്ചിട്ടാണ്, തൊപ്പി വെച്ചിട്ടാണ് നടക്കുന്നത്. 100ഓളം സന്യാസികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലേ എയർപോർട്ടിൻ്റെ ഇത്രയും അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ധാരാളം സന്ദർശകർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ശരിക്കുള്ള പേര് പെത്തബ് ഗാൾഡൻ ടാർഗെയിൽസ്ലിംഗ് മൊണാസ്ട്രി എന്നാണ്. സ്ഥലമാണ് സ്പിറ്റുക്ക്. ഈ നടക്കണ വഴി തന്നെയാണ് ഈ ശംഖ് ഇങ്ങനെ കോലം പോലെ വരച്ചിട്ടിരിക്കുന്നത്. എല്ലാവരും അത് കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടന്നു, കുഴപ്പമില്ലായിരിക്കും. ഇങ്ങനെ എയർ ഇങ്ങനെ തിന്നായതുകൊണ്ടായിരിക്കാം ഒരു കിതപ്പ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിന് നല്ല പുതിയൊരു ലുക്കാണ്. ചിലപ്പോൾ ഒരു പുതിയ ആയിട്ട് അറ്റാച്ച് ചെയ്തതായിരിക്കാം. ഈ ഭാഗമൊക്കെ പഴയതായിട്ടാണ് തോന്നുന്നത്. ഷോർട്ട് ഡ്രസ്സസ് ഇൻ ദ ടെമ്പിൾ ഇസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. മിക്കവാറും മൊണാസ്ട്രികളിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ പുതിയ സ്ട്രക്ചറും മൊണാസ്ട്രിയുടെ ഓഫീസാണ്. അവിടെ ബോർഡ് ഉണ്ടായിരുന്നല്ലോ. നമ്മളിങ്ങനെ പ്രെയർ വീൽസ് ക്ലോക്ക് വൈസ് തിരിച്ചിട്ടാണ് കിടക്കേണ്ടത്. ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ കിടക്കുമ്പോൾ ഈ പ്രെയർ വീൽസ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ സ്വയം നമ്മൾ പ്രാർത്ഥനകൾ ഇങ്ങനെ നമ്മുടെ ആകാശത്തിലേക്ക് വരുന്നതാണല്ലോ വിശ്വാസം. മണി വീൽ ആയിരക്കണക്കിന് മന്ത്രങ്ങൾ അത് മെച്ച് ചെയ്തിട്ടുണ്ട്, അപലേഖേശ്വര മന്ത്രങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടേൺ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് തുല്യമാണത്. നമുക്ക് നന്നായി തിരിക്കുന്നുണ്ട്. നന്നായി പ്രാർത്ഥിച്ചോ. നല്ല ഇംപ്രസീവും കളർഫുൾ ആയിട്ടുള്ളൊരു പുരാതന മൊണാസ്ട്രി തന്നെയാണിത്. ഈ ആകാശവും ഇങ്ങനെ നോക്കുമ്പോൾ നല്ല തെളിഞ്ഞ് നിൽക്കണ ആകാശമായിട്ട് നല്ലൊരു സീനിക് ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണിത്. പക്ഷേ നമുക്കിതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഓപ്പൺ ഏരിയയിലൊക്കെ തന്നെയാണ് എടുക്കാൻ പറ്റുള്ളൂ. കുറേ ഇടനാഴികളും സ്റ്റെപ്പുകളും ഉണ്ട്. നല്ല ബുദ്ധിമുട്ടാണ് ശ്വാസം കിട്ടാൻ. അപ്പോൾ നമ്മൾ മൊണാസ്ട്രി കണ്ട് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ലേയിലെ മറ്റു കാഴ്ചകളിലേക്ക് പോകണം. സോ താങ്ക് യു, വിസിറ്റ് അഗെയിൻ. സ്പിറ്റുക്ക് പറയണ പോലെ സ്റ്റേ വിത്ത് us. താങ്ക് യു ഫ്രം FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്.